ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹെയർ ബാൻഡിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല കൊച്ചു പൂക്കൾ ക്രോഷേ ചെയ്ത് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് വൈറ്റ് കളേഴ്സാണ്. അപ്പോൾ നമുക്കിതൊരു വൈറ്റ് ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി വരുന്നത് വൈറ്റാണ്. ഫ്രോക്കിനാണെങ്കിലും ഹെയർ ബാൻഡിനാണെങ്കിലും അതുപോലെ ഡ്രസ്സിനൊക്കെ ആണെങ്കിലും വൈറ്റ് കളറാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. എല്ലാ ഡ്രസ്സിൻ്റെയും എല്ലാതിൻ്റെയും കൂടെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു വൈറ്റ് കളർ ഉണ്ടാക്കി നോക്കാം. ഏത് കളർ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഹെയർ ബാൻഡിനകത്ത് ഓരോ ഡ്രസ്സിനനുസരിച്ചുള്ള കളേഴ്സാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ക്രോഷേ ഹൂക്ക് സെലക്ട് ചെയ്യാം. ഞാൻ 2.5 ആണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ചെറിയ പൂക്കൾ വേണമെങ്കിൽ 2 ആണെങ്കിലും 1.5 ഒക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ഓഫ് വൈറ്റ് കളറുള്ള ഒരു യാണാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ യാണിൻ്റെ അറ്റം കുരുങ്ങി പോകാതിരിക്കാനാണ് ഈ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് എല്ലാം ഒരു കൂടിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് അതെല്ലാം കൂടെ മിക്സായി പോകാതിരിക്കാനാണ്. അപ്പോൾ ഞാൻ മാജിക് യാണാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മാജിക് യാൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് നടുക്ക് വലിയ ഹോളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ താഴെ കൂടെയും രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെയും വലിച്ചെടുക്കുക ചെയ്യേണ്ടത്. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ 2 ചുറ്റണം ആദ്യമായിട്ട്. ഈ പൂക്കളിനകത്ത് ഒട്ടും ഹോളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. 2 ചുറ്റണം ആദ്യമായിട്ട്. അതിൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ താഴെ കൂടെ പോയിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് ഇതിനകത്തൂടെ കുരുക്കിങ്ങി വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ചെയിനോടെ കൊടുക്കുക. എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയിൻ ഇടാൻ മറക്കരുത്. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ പിടിച്ചൊരു ചെയിൻ ഇടുകയാണ്. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് ഇത് വലിച്ചെടുക്കാവുന്നതാണ്. ഈ താഴത്തേതിൽ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഇത് വരും. അപ്പം നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ ആൺ കയ്യിൽ ചുറ്റിയിട്ട് ഇനി ഈ മാജിക് റിങ്ങിനകത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര ഏതളാണോ ഉദ്ദേശിക്കുന്നത് അത്ര ഏതൾ സിംഗിൾ ക്രോഷേ കൊടുക്കുക. അപ്പോൾ ഞാൻ 5 എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 1, രണ്ടാമത്തെ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതുപോലെ 5 എണ്ണം ചെയ്തെടുക്കണം. 2, അടുത്തത് 3, എല്ലാം ഈ മാജിക് റിങ്ങിനാണ് ചെയ്യേണ്ടത്. 4, അടുത്തത് 5. അപ്പോൾ 5 സിംഗിൾ ക്രോഷേ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇത് വലിച്ച് നമുക്കിത് അടുപ്പിക്കാം. അതുകൊണ്ടാണ് നടുക്ക് ഹോളൊന്നും ഇല്ലാതെ. ആ ഫ്ലവേഴ്സ് നോക്കിയാൽ അറിയാം നടുക്കൊരു ഹോളും ഇല്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ടൈറ്റായിട്ട് ഇത് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് 3 ചെയിനാണ്. 3 ചെയിൻ ചെയ്തതിന് ശേഷം ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 2 പ്രാവശ്യം ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷേ പോലെ ഒരു പ്രാവശ്യം ചുറ്റുമല്ല 2 പ്രാവശ്യം ചുറ്റണം. അതിനുശേഷം അതേ ചെയിനിൽ നമ്മൾ ആ ഒരു ആദ്യത്തെ ഒരു സ്റ്റിച്ചിനകത്ത് തന്നെ നമ്മളത് കുത്തിയെടുത്തിട്ട് ഡബിൾ ക്രോഷയ്ക്കകത്ത് 2 ചെയിൻ വെച്ച് 2 പ്രാവശ്യം വലിച്ചെടുക്കുന്ന പോലെ ട്രിപ്പിൾ ക്രോഷയ്ക്കകത്ത് 3 പ്രാവശ്യം വലിച്ചെടുക്കണം. നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം 2 ചെയിനകത്തൂടെ ആദ്യം വലിച്ചെടുക്കുക. പിന്നീട് 2 ചെയിനകത്തൂടെ പിന്നെ വലിച്ചെടുക്കുക. പിന്നെ 2 ചെയിനകത്തൂടെ ചെയ്യുക. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇച്ചിരി വലിയ ഇതളായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മളത് തിരിച്ച് ആ ഇതൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും 3 ചെയിൻ എടുക്കുക. വീണ്ടും അതേ സ്റ്റിച്ചിനകത്തോട്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അടുത്ത ഒരു സ്റ്റിച്ചിനകത്തോട്ട് നമ്മൾ പോയിട്ട് വീണ്ടും 3 ചെയിൻ എടുക്കുക. ഇതുപോലെ തന്നെ 2 പ്രാവശ്യം നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും 3 ചെയിൻ എടുക്കുക, ജോയിൻ ചെയ്യുക. അങ്ങനെ നമുക്ക് ഓരോരോ പെറ്റലായിട്ട് കിട്ടും. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്ത് 5 പെറ്റൽ ഉണ്ടാക്കണം. വളരെ ഈസിയാണ്. നമ്മൾ 3 ചെയിൻ എടുക്കുന്നു, 2 പ്രാവശ്യം ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നു, വീണ്ടും 3 ചെയിൻ എടുക്കുന്നു, അത് ജോയിൻ ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെറിയ പൂക്കൾ മതിയെങ്കിൽ നമുക്കിതിന് പകരം ഡബിൾ ക്രോഷേ ചെയ്യാം. 2 ചെയിൻ എടുക്കാം, ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയ ഇതളുകൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എത്ര ഇതൾ വേണം എന്നുള്ളതും നമുക്ക് ഇതിനകത്ത് ആദ്യം നമ്മൾ ആ ചെയ്യുമ്പോൾ സിമ്പിൾ ക്രോഷേ ചെയ്യുമ്പോൾ നമുക്ക് 4 ഇതൾ മതി. ചെറിയത് ചെയ്യുമ്പോൾ 4 ഇതൾ മതി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ 4 ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സൈസിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. പല കളർ വേണമെങ്കിൽ മിക്സ്ഡ് കളറിൽ ചെയ്ത് കഴിഞ്ഞാൽ പല കളർ ഓരോ ഇതളും പല കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്കങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി 5 എണ്ണം ചെയ്തിട്ട് വരാം. അപ്പോൾ 3ാമത്തെ ഞാൻ ജോയിൻ ചെയ്യുവാണ്. അടുത്തത് 5ാമത്തെ ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമുക്ക് 5 എണ്ണം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ചെയ്ത് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വേറൊരു ലെയർ കൊടുക്കാവുന്നതാണ്, ചെറിയത്. അപ്പം ഡബിൾ ക്രോഷേ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 ചെയിൻ കൊടുത്തിട്ട് ഈ ട്രിപ്പിൾ ക്രോഷയ്ക്ക് പകരം 2 ഡബിൾ ക്രോഷേ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് 2 പെറ്റലിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു സ്പേസിലാണ്. 2 പെറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് വരുന്ന ആ ജോയിൻറ്റിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ 2 ചെയിൻ കൊടുക്കുക, 2 ഡബിൾ ക്രോഷേ ചെയ്യുക, വീണ്ടും 2 ചെയിൻ ചെയ്യുക.
അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇതിനകത്ത് ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് 4 പെറ്റൽ ചെയ്യാം. 5 പെറ്റൽ താഴെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ 4 പെറ്റൽ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും, അല്ല 3 മതിയായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ അടുക്കായിട്ട് കിട്ടും. ഒരു റോസയൊക്കെ പോലെ നമുക്ക് നല്ല അടുക്കായിട്ട് കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ കാണാനായിട്ട് മനോഹരമായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ ഫ്ലവേഴ്സ്, അത് കഴിഞ്ഞിട്ട് ചെറിയ ഫ്ലവേഴ്സ്, അങ്ങനെ പല രീതിയിൽ കൊടുക്കാവുന്നതായിരിക്കും. അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 4 പെറ്റലാണ് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു യാൺ താഴേക്ക് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് ഈ ക്രോഷ്യ വെച്ച് തന്നെ കൊടുക്കാം, നീഡിൽ വെച്ച് തന്നെ കൊടുക്കാം. താഴെ നിന്ന് ഇതുപോലെ കുത്തിയിട്ട് മേളിൽ നിന്ന് അതിങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് താഴേക്ക് വലിച്ചെടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഒരു കെട്ടിട്ടിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇപ്പോൾ ബാഗിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബാക്കിയുള്ള യാണ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ ബാൻഡിൽ ഇത് ഇങ്ങനെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമെന്ന് നോക്കാം. അപ്പോൾ പല കളറിലുള്ള ഫ്ലവേഴ്സ് ഞാൻ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ബാൻഡിൽ ഇത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് B7000 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്ലൂ ആണ്. അതാകുമ്പോൾ കറക്റ്റായിട്ടിരുന്നോളും. അപ്പോൾ ഈ ഹെയർ ബാൻഡിൽ പല പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കളേഴ്സിനെ മാച്ച് ചെയ്യുന്നത് പോലെയാണ് ഞാനിത് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഗ്ലൂ ഓൾറെഡി അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോരോ കളേഴ്സ് ഞാൻ ഇതിനകത്തോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഡ്രസ്സിന് വെക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത് ആ ഡ്രസ്സിന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ ഹെയർ ബാൻഡിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലൊരു ക്യാൻവാസ് ചെയ്ത് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് വേറെയുള്ള ബാഗുകളൊക്കെ ചെയ്യാനുള്ള ഇതുപോലെ ഗ്രാൻഡി സ്ക്വയറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലൊക്കെ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഈ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരെ ബൈ.